ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി വാസ്തുശാസ്ത്രം. ദേവാമൃതം. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് ഉപദേശിച്ചു തരുവാനും ഒപ്പം വാസ്തുശാസ്ത്രത്തെക്കുറിച്ചുള്ള നിലവിലുള്ള ധാരണകളെക്കുറിച്ച് ചർച്ച ചെയ്യുവാനും ഒക്കെയായി പ്രമുഖ വാസ്തു ജ്യോതിഷ ആചാര്യൻ ശ്രീ ഡെന്നിസ് ജോയ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ ഈ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് ഏറെ ബഹുമാനം നിറഞ്ഞ ഡെന്നിസ് ജോയ് സർ, ഞാൻ 4 വർഷം മുൻപ് 20 സെൻറ്റ് സ്ഥലം വാങ്ങി ഒരു വീട് പണി ആരംഭിച്ചു. ആ സമയത്ത് ഞാൻ വിദേശത്തായിരുന്നു. എന്നാൽ പെട്ടെന്ന് എൻ്റെ ജോലി നഷ്ടമായി നാട്ടിൽ തിരികെ എത്തേണ്ടി വന്നു. ഇപ്പോൾ 1.5 വർഷമായി നാട്ടിൽ തന്നെയാണ്. പല ബിസിനസ്സുകളും പരീക്ഷിച്ചു, അതെല്ലാം പരാജയപ്പെട്ടു. വീട് ഒരു വിധത്തിലും പൂർത്തിയാക്കുവാൻ പറ്റുന്നില്ല. പല വാസ്തുക്കാരെയും കാണിച്ചു, പല പൂജകളും നടത്തി, എന്നിട്ടും ഒന്നും മാറ്റം കാണുന്നില്ല. അപ്പോഴാണ് സാറിൻ്റെ കാര്യം എൻ്റെ ഒരു ബന്ധു പറഞ്ഞത്. പല പ്രാവശ്യം ഞാൻ ഫോണിൽ വിളിച്ചിട്ടും സാറിന് കിട്ടാത്തത് കൊണ്ടാണ് പ്രോഗ്രാമിലോട്ട് ലെറ്റർ അയക്കുന്നത്. എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇതോടൊപ്പമുണ്ട്. ദയവായി രക്ഷപ്പെടാൻ ഒരു വഴി പറഞ്ഞു തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സന്തോഷ് കുമാർ. ഈ ഒരു സ്ഥലത്തിൻ്റെ പ്ലാൻ എടുക്കുമ്പം ഇത് ശരിക്കും ഒരു ഹെക്സഗണൽ പ്ലോട്ടാണ്. അപ്പം ഇങ്ങനെ ഒരു പ്ലോട്ടിൽ നമ്മൾ വീട് വെച്ച് താമസിക്കുമ്പം അത് ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരുടെ എല്ലാ സന്തോഷങ്ങളെയും ഭാഗ്യാനുഭവങ്ങളെയും ഇത് നശിപ്പിക്കുമെന്ന് പറയും. കാരണം പുതിയ പുതിയ ശത്രുക്കളെ സൃഷ്ടിക്കുക, പലതരം പ്രശ്നങ്ങളുണ്ടാവുക. ഏതെങ്കിലും ഒരാളോട് സംസാരിച്ചാൽ തന്നെ അവസാനം കുറേ നാൾ കഴിയുമ്പം അയാൾ തന്നെ ഈ നമുക്കെതിരായിട്ട് പോകും. അതായത് സുഹൃത്തുക്കൾ പോലും ശത്രുക്കളായി തീരുന്ന ഒരവസ്ഥയിലേക്ക് പോകാം. അതേപോലെ ഇതിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് ഒരു കുളമുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ഈ കുളവും ഈ കണ്ടവും പാടവും ഒക്കെ അടുത്ത് ഉള്ള ഒരു ഏരിയയാണ്. അപ്പോൾ തെക്ക് ഭാഗത്തായിട്ടൊരു കുളം കാണുന്നുണ്ട്. കാരണം വെച്ചാൽ ഈ തെക്ക് ഭാഗത്തുള്ള കുളം ഇത് സ്ത്രീകൾക്ക് ദോഷം ചെയ്യുന്നതാണ്. അതുപോലെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ്. കാരണം വെച്ചാൽ ബ്ലഡ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു പ്ലോട്ട് ആദ്യം കറക്റ്റാക്കണം. അതുപോലെ ഈ തെക്ക് ഭാഗത്തുള്ള കുളം ഒരു കോമ്പൗണ്ട് കെട്ടി അതിനെ പുറത്താക്കുക. എങ്കിൽ മാത്രമേ അതുകൊണ്ടുള്ള ദോഷങ്ങൾ നമ്മളെ ബാധിക്കാതെ നിൽക്കത്തുള്ളൂ. അതുപോലെ കിഴക്കുവടക്ക് ഭാഗത്തായിട്ട് ടോയ്ലറ്റ് കാണുന്നുണ്ട്. കാരണം വെച്ചാൽ പല എപ്പിസോഡിലും നമ്മൾ പറയുന്നതാണ് കിഴക്കുവടക്ക് ഭാഗത്ത് ടോയ്ലറ്റ് കൊള്ളില്ല. കാരണം കിഴക്കുവടക്ക് ഭാഗത്ത് ടോയ്ലറ്റൊക്കെ വന്ന് കഴിയുമ്പോൾ ആ വീടിൻ്റെ അകത്തേക്ക് കടന്നു വരുന്ന എനർജി എന്ന് പറയുന്നത് വളരെ മലിനപ്പെട്ടതാവാം. കാരണം വെച്ചാൽ കിഴക്കുവടക്ക് ഭാഗത്തൂടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്കൂടെ ഒരു എനർജി പാസ് ചെയ്യുന്നതാണ്. അതെപ്പോഴും നെഗറ്റീവ് ഊർജ്ജമായിരിക്കും അതിൻ്റെ കൂടെ കടന്നു പോകുക. അപ്പം ഈ കിഴക്കുടക്ക് ഭാഗത്തെ ടോയ്ലറ്റ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ഇപ്പം ടോയ്ലറ്റ് പൊളിച്ച് കളയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തെ ക്ലോസറ്റ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് മാറ്റിയിട്ട് അത് ഉപയോഗിക്കാതെ ഇട്ടാലും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ മാറിക്കിട്ടും. അതുപോലെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. കാരണം ഈ പടിഞ്ഞാറ് ഭാഗത്തുള്ള ടോയ്ലറ്റ് ഇതിൻ്റെ ബ്രഹ്മസൂത്രം മുറിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. കാരണം ടോയ്ലറ്റ് കൂടെയാണ് ബ്രഹ്മസൂത്രം കടന്നു പോകുന്നത്. അപ്പോൾ ഇവർക്ക് ഇനിയിപ്പോൾ ഇത് മാറ്റാനൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ടോയ്ലറ്റിൻ്റെ ഹൈറ്റ് കുറച്ചിട്ട് ആ ഒരു ഭാഗം ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് വല്ല യൂസ് ചെയ്യുക. അപ്പം ആ ഭാഗത്ത് ഹോളും എല്ലാം കറക്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബ്രഹ്മസൂത്രം അതിലേക്കൂടെ പാസ് ചെയ്ത് പോകും. അതുപോലെ ഇതിൻ്റെ ചുറ്റളവ് 78 സെൻറ്റിമീറ്റർ കൂടി കൂട്ടിയെടുക്കണം. കാരണം 78 എന്നുള്ളത് ഒരു 80 വരെ ആയാലും കുഴപ്പങ്ങളൊന്നുമില്ല. ചുറ്റളവ് കൃത്യമായിട്ടുള്ള രീതിയിലാണെങ്കിൽ മാത്രമേ നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി, കുറച്ചുകൂടി ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്യുകയുള്ളൂ. കാരണം വെച്ചാൽ ഇപ്പോൾ ഇത് നിൽക്കുന്നത് മരണച്ചുറ്റിലാണ്. അപ്പോൾ ശരിക്കും 78 സെൻറ്റിമീറ്റർ കൂടി കൂട്ടിയെടുത്തെങ്കിൽ അത് ബാല്യത്തിലേക്ക് മാറിക്കിട്ടും. അതുപോലെ മെയിൻ ഡോറിൻ്റെ സ്ഥാനം തെറ്റാണ്, അത് സൗത്ത് ഈസ്റ്റിലേക്ക് മാറ്റി സ്ഥാപിക്കുക. അതുപോലെ ഗേറ്റ് സൗത്ത് ഈസ്റ്റിലോ അല്ലെങ്കിൽ മദ്യം വിട്ട് സൗത്ത് ഈസ്റ്റിലോ മാറ്റണം. അതുപോലെ ഇതിനകത്തൊരു കാര്യം വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു വീട് ഫേസ് ചെയ്യുന്നത് സൗത്തിലോട്ടാണ്. അതുകൊണ്ടാണ് സൗത്ത് ഈസ്റ്റ് ഭാഗത്തോട്ട് ഗേറ്റ് വെക്കാനായിട്ട് ഞാൻ പറഞ്ഞത്. കാരണം ഇതിനകത്ത് ഈ കുളമായിട്ട് നിൽക്കുന്ന ഇവരും വെട്ടിയുണ്ടാക്കിയ കുളമാണോ എന്നെനിക്കറിയില്ല. പക്ഷേ എന്തായാലും ഈ ഒരു തെക്ക് ഭാഗത്തുള്ള കുളം ഇവർ കോമ്പൗണ്ട് വാൾ കെട്ടി അതിനെ സെപ്പറേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇവരുടെ കുറേ വിഷയങ്ങൾ മാറിക്കിട്ടുകയുള്ളൂ. അതുപോലെ വാസ്തുവുമായിട്ടും ബന്ധപ്പെട്ട് ഈ ഒരു വിഷയങ്ങൾ മാത്രമാണ് ഞാൻ കാണുന്നത്. ഇതിന് വേണ്ടുന്ന വാസ്തുവിൻ്റെ പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പം നിലവിൽ ഇവർക്കുണ്ടാകുന്ന ദോഷങ്ങൾ മൊത്തം പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. അതുപോലെ ഇവരുടെ സ്ഥലത്തിനൊന്നും വേറെ ദോഷങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. വാസ്തു സംബന്ധമായിട്ടുള്ള തകരാറാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് മൊത്തം. കാരണം വെച്ചാൽ ഇവർ ബിസിനസ് ചെയ്തിട്ടൊന്നും പുരോഗമനമൊന്നും ഇല്ലാതെ ഈ തെക്ക് ഭാഗം എന്ന് പറയുന്നത് അഗ്നിയുടെ കോണാണ്. അഗ്നി എന്ന് പറയുന്നത് വാസ്തുവിൻ്റെ കണക്കിൽ എപ്പോഴും സമ്പത്തായിട്ടാണ് കാണുന്നത്. കാരണം വെച്ചാൽ സമ്പത്തിൻ്റെ ദിക്കിൽ വെള്ളം പോലെ കെട്ടിക്കിടക്കുന്ന വലിയൊരു കുളം വന്നു കഴിയുമ്പോൾ നമ്മുടെ സമ്പത്തിനെ അത് ബാധിക്കും. അത് തന്നല്ല ആരോഗ്യപരമായിട്ട് ബ്ലഡ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവർ ക്ലിയർ ചെയ്ത് കഴിയുമ്പോൾ ഇവരെ നിലവിൽ ബാധിച്ചുകൊണ്ടിരിക്കുന്ന വാസ്തുവിൻ്റെ വിഷയം പൂർണ്ണമായിട്ടും മാറ്റിയിട്ട് ചെയ്യും. ചില വീടുകളിൽ ഒരു തരത്തിലുള്ള പെറ്റ്സും വാഴാറില്ല. അതിപ്പോൾ മീൻ തൊട്ട് അല്ലെങ്കിൽ വളർത്തു മൃഗങ്ങൾ തൊട്ട് കോഴി താറാവ് തൊട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇത് അതിനെ വളർത്തുന്ന ദിശയിലുണ്ടാകുന്ന വ്യത്യാസം കൊണ്ടാണോ അതോ പൊതുവെ ആ വീടിന് എന്തെങ്കിലും ദോഷങ്ങളുള്ളതുകൊണ്ടാണോ എങ്ങനെ സംഭവിക്കാൻ സാധ്യതയുള്ളത്? ചില വീടെടുക്കുമ്പോൾ
ചിലപ്പം ചില ആരാധനാലയങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ചിലപ്പം കണ്ടെന്നിരിക്കാം. ചില വീടെടുക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ അതിനകത്ത് ചില വളർത്തുമൃഗങ്ങളെ വളർത്താൻ പാടില്ലാത്ത സ്ഥലങ്ങളുണ്ട്. അത് ചില ആരാധനാലയമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ചില വളർത്തുമൃഗങ്ങളെയൊക്കെ വളർത്തി ആദായം എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ ആദായം എടുക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് ചിലപ്പോൾ അതിനെന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ വന്നു അവർക്കത് മുടങ്ങിപ്പോകുന്നതായിട്ട് പലപ്പോഴും കണ്ടുവരാറുണ്ട്. അതുപോലെ നമ്മൾ ഇപ്പോൾ ഒരു തൊഴുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു നായ്ക്കൂട് വെക്കുകയാണെന്നുണ്ടെങ്കിലോ അതിന് കൃത്യമായിട്ടുള്ള ഒരു ദിശയുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്ത് നമ്മൾ വളർത്തുമൃഗങ്ങളെ വളർത്തിയെങ്കിൽ മാത്രമേ അവയുടെ പൂർണ്ണമായിട്ടുള്ള ആരോഗ്യവും അതുകൊണ്ടുള്ള ഗുണങ്ങളും നമുക്കും കിട്ടുകയുള്ളൂ. ഇപ്പം ചിലപ്പോൾ ചില നായ്ക്കൂടൊക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ മതിലയിലോട്ട് ചേർത്ത് പണിഞ്ഞേക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ പല എപ്പിസോഡും പറഞ്ഞിട്ടുണ്ട്, ഒരു വീടിന് മതിൽ കെട്ടുന്നത് വീടിന് വെളിയിൽ നിന്നുള്ള ദോഷം വീടിനകത്തേക്ക് കടന്നു വരാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പം ഈ മതിലുകൾ മൊത്തം നെഗറ്റീവ് ഊർജ്ജമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒരു നായ്ക്കൂടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വളർത്തുമൃഗത്തിൻ്റെ കൂടോ നമ്മൾ ഈ മതിലിലോട്ട് ചേർത്ത് കെട്ടിക്കഴിയുമ്പോൾ ഈ മതിലിലുള്ള നെഗറ്റീവ് ഊർജ്ജം കൂടി നായ്ക്കൂട്ടിലോ അല്ലെങ്കിൽ വളർത്തുമൃഗങ്ങളുടെ കൂടുകളിലേക്ക് കടന്നു വരും. അപ്പോൾ അതിനകത്ത് താമസിക്കുന്ന ആ ഒരു മൃഗങ്ങൾ ഏതാണോ അതിനെയൊക്കെ അത് ദോഷമായിട്ടായിരിക്കും ബാധിക്കുക. ചില ആൾക്കാർ തെക്കിഴക്ക് ഭാഗത്തും തെക്ക് ഭാഗത്തും കൊണ്ടുവന്ന് ഇതുപോലെ നായ്ക്കൂടുകളൊക്കെ ചെയ്തു വെക്കാറുണ്ട്. ചിലപ്പോൾ അതിൽ വലിയ വില കൂടിയ മൃഗങ്ങളായിരിക്കും വാങ്ങിച്ചിടുക. അപ്പോൾ ഇത് കാലക്രമേണ കുറേ കഴിയുമ്പോഴത്തേക്ക് ഇതിന് അസുഖങ്ങളൊക്കെ വന്ന് ചിലപ്പോൾ ചത്തുപോവുകയും അല്ലെങ്കിൽ അതിൻ്റെ സ്കിന്ന് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വരാറുണ്ട്. ഒരു കാരണവശാലും നായ്ക്കൂട് നമ്മൾ തെക്കിഴക്ക് ഭാഗത്തോ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തോ നമ്മൾ സ്ഥാപിക്കാറില്ല. നായ്ക്കൂടൊക്കെ നമ്മൾ സ്ഥാപിക്കുകയാണെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിരിക്കും നമ്മൾ സ്ഥാപിക്കുക. അതുപോലെ ചില പക്ഷികളെയോ അല്ലെങ്കിൽ നമ്മൾ കോഴിയോ താറാവോ ഇങ്ങനെയുള്ളതിനെയൊക്കെ വളർത്തുകയാണെങ്കിലും വടക്ക് പടിഞ്ഞാറ് ഭാഗമായിരിക്കും കുറച്ചുകൂടെ ഉത്തമമായിട്ട് കാണുന്നത്. പിന്നെ ചില സ്ഥലങ്ങളുടെ ദോഷമായിട്ട് ബന്ധപ്പെട്ട് ചില മൃഗങ്ങൾ അവിടെ വാഴുകയില്ല. അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ഏതെങ്കിലും ഒരു കർമ്മികളെ കൊണ്ട് ചെയ്യിപ്പിച്ചെങ്കിൽ മാത്രമേ ആ ഒരു ദോഷങ്ങളും മാറിക്കിട്ടുകയുള്ളൂ. ചില വിഷയങ്ങളെന്നൊക്കെ പറയുമ്പം നമുക്ക് കിഴക്കുടൊക്കെ ഭാഗത്ത് ചിലപ്പം നമുക്ക് ഈ വലിയ കൂടുകളൊന്നും വെച്ച് കഴിഞ്ഞാൽ എനർജി ഫ്ലോയൊക്കെ അത് തടസ്സപ്പെടുത്താനുള്ള സാധിക്കും. കാരണം ചില വീടുകൾ എടുക്കുമ്പം അവരുടെ വീടിൻ്റെ ദർശനം വരുന്നത് ചിലപ്പം കിഴക്കോട്ടായിരിക്കും. അപ്പം നായ്ക്കൂടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പം കൊണ്ടുവന്ന് കിഴക്കുടൊക്കെ ഭാഗത്ത് കൊണ്ട് സ്ഥാപിക്കും. അപ്പോൾ കിഴക്കുടൊക്കെ ഭാഗത്ത് നായ്ക്കൂട് സ്ഥാപിക്കുമ്പം ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് എനർജികളും അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ് എനർജിയൊക്കെ അത് തടസ്സപ്പെടുത്തുന്നതിന് കാരണം ചിലപ്പോൾ എനർജി ഫ്ലോ കട്ടായിരിക്കാം, ചിലപ്പോൾ ഈശാനെ കട്ട് ചെയ്തായിരിക്കും നിൽക്കുക. അത് തന്നെയല്ല, അതിനേക്കാൾ ഇളക്കി ഉത്തമം വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് സ്ഥാപിക്കാം. ഇനി അതൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ബൗണ്ടറി വാൾ തിരിച്ച ശേഷം അതിനെ പുറത്താക്കി നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ആരെങ്കിലും വിളിച്ച് ഒന്ന് കാണിച്ച് അതിൻ്റെ കണക്കനുസരിച്ച് ചെയ്യുമായിരിക്കും കുറച്ചുകൂടെ ഉത്തമമായിട്ട് കാണുന്നത്. വാസ്തുശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് ശ്രീ ഡെന്നിസ് ജോയിൽ നിന്ന് മറുപടി ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് ഞങ്ങൾക്ക് എഴുതിയിരിക്കേണ്ട വിലാസം: ജ്യോതി പ്രൊഡ്യൂസർ, ദേവാമൃതം, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ദേവാമൃതത്തിന്റെ മനോഹരമായ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു പുതുമ നിറഞ്ഞ അധ്യായമായി വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം. പൂർണ്ണപ്രഭവിരിയും മൺതരിയിൽ ഇരുസന്ധ്യകൾ തന്നിലാവിന്മേലൊരു പ്രഭയായി കൊളുത്തുന്നു ദീപനാളം. അതു തൻ കൃപയായി പകരുന്നു ദേവാമൃതം. അറിയുന്നു നാം ഈ നിത്യ ചൈതന്യത്തെ ഋതുക്കൾ പകർന്ന ഗുരുവര്യന്മാരിലൂടെ കാലങ്ങൾക്കിപ്പുറവും അണയാത്തൊരു നാളം കൃപയായി പകർത്തുന്നു ദേവാമൃതം. മറക്കുന്നു നാം ഇന്നു നമ്മളെ തന്നെ വേദാന്തമില്ലാത്ത നാൾ വഴിയിൽ. അറിവിൻ്റെ ആ ദിവ്യപ്രഭയായി ചൊരിയുന്നു ഗുരുവരുളാകുന്ന ദേവാമൃതം. ഗുരുവരുളാകുന്ന ദേവാമൃതം.